അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നിനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു മധുര പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പലതരത്തിൽ പോളകൾ കഴിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അവൽപ്പോള കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. മുട്ടയും നേന്ത്രപ്പഴവും അതുപോലെ ഉണക്കമുന്തിരിയും അവലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് അവൽപ്പോള ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ജലദോഷം പനിയാണ്, സൗണ്ടിന് നല്ലൊരു മാറ്റമുണ്ടല്ലോ, ഇടയ്ക്ക് ചുമയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്തെടുക്കുക. അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് നമുക്ക് എത്രത്തോളം മധുരം ഇഷ്ടമാണോ അത്രത്തോളം നമ്മൾ ചേർത്തെടുക്കുക. പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ അവലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കുതിർന്ന് വന്നാൽ തന്നെ നല്ലോണം മധുരം കുടിക്കുന്ന ഒരു ഇതാണല്ലോ, നല്ലോണം മധുരം ഇതുണ്ടാകും, നല്ലോണം പോകുമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് നല്ല മധുരം വേണം, എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പം ഞാൻ ഒരു ചായൻ്റെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പഞ്ചസാരയും ഒരു 4-5 ഏലക്കായും കൂടി ചേർത്ത് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പൊടിച്ച് വെച്ച പഞ്ചസാര പകുതി നമുക്ക് മാറ്റി വെക്കാം, പകുതി നമുക്ക് മിക്സിയിൽ തന്നെ വെക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ആദ്യം പകുതി പഞ്ചസാര പൊടിച്ചതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് പത വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതായത് നമ്മളിങ്ങനെ പൾസ് ചെയ്തിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. അതിൻ്റെ നല്ലൊരു നൊരയും പതിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കിത് നല്ലോണം പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ആദ്യം പകുതി പഞ്ചസാര പൊടിച്ചത് എടുക്കുക, പൊടിച്ച പഞ്ചസാര പകുതി മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് 3 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഇതുപോലെ പൾസ് ചെയ്തിട്ട് വേണം നമ്മളിങ്ങനെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം പത വന്നിട്ടുണ്ട്. ഇനി ബാക്കി പഞ്ചസാര ഇതുപോലെ ചേർത്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ബാക്കി 3 മുട്ടയും കൂടെ ഒഴിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ നമ്മളൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തം നമുക്ക് വേണ്ടത് 6 മുട്ടയാണ് കേട്ടോ. അപ്പോൾ കണ്ട രണ്ടും നന്നായിട്ട് അടിച്ച് പത വരുന്നത് വരെ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം മുന്തിരി ചേർത്തെടുക്കാം. അപ്പോൾ മുന്തിരിയൊക്കെ നല്ലോണം പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ തേങ്ങ എന്നൊക്കെ നമ്മൾ ഇഷ്ടംപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുക. തേങ്ങയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ തേങ്ങയും മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ബാക്കി ചേർത്തെടുക്കാം. അപ്പോൾ തേങ്ങ നമ്മൾ
ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ഗ്ലാസ്, ഞാൻ ചായ കുടിക്കുന്ന ഗ്ലാസ്സിനാണ് അളന്നെടുത്തത്, ഒരു 1.5 ഗ്ലാസ് ഞാൻ അവിലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൽ നമ്മൾ കുതിർക്കാനൊന്നും നിൽക്കണ്ട, അതുപോലെ തന്നെ ചേർത്തെടുത്താൽ മതി. അത് ലാസ്റ്റ് നല്ല ചൂടായി വരുമ്പോൾ അത് കുതിർന്ന് അതിൽ തന്നെ റെഡിയായിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഹാർഡായിട്ടൊന്നും നിൽക്കില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുതിർക്കാനൊന്നും ആരും നിൽക്കണ്ട, അതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അവൽ നന്നായിട്ട് വറവാവൊന്നും വേണ്ട, നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ അവൽ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് പഴം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്ര തന്നെയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ഞാൻ ചൂടാക്കാൻ നിന്നിട്ടില്ല, അപ്പോൾ അത് അലിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഞാനിതുപോലെ ഒരു അപ്പച്ചട്ടി ഞാൻ താഴെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പക്കല്ല് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ മീത് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ടെന്നുള്ളത് ഉദ്ദേശിച്ച പാത്രത്തിൻ്റെ മുകളിൽ വെച്ചെടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകില്ല കേട്ടോ, അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിക്ക് കുറച്ചൊന്ന് നെയ്യൊന്ന് തൂക്കി കൊടുക്കുക കേട്ടോ. ഞാൻ നെയ്യൊന്നും തൂക്കി കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ ആദ്യം മുട്ട 3 മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ, അപ്പോൾ അത് ഒന്നിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ പകുതി ആക്കിയിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഇതിലേക്കൊന്ന് ആഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുത്താലും മതി. ബാക്കി അവലിൻ്റെ മിക്സും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചേർത്ത പോലെ തന്നെ ഒന്നിച്ചെല്ലാം കൂടെ ചേർത്തിട്ട് ബാക്കി മുട്ടത്തിന് മീതെ ഒഴിച്ചാലും മതി. എങ്ങനെയായാലും രണ്ടായാലും കുഴപ്പമില്ല. ഞാൻ ഫുള്ള് മുട്ടയും ഇതിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക, ലോ ഫ്ലെയിമിൽ വെക്കുക. ഞാനൊരു 25 മിനിറ്റ് 30 മിനിറ്റൊക്കെ ആയിട്ടാണ് ഇത് പിന്നെ റെഡിയാക്കി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. ചെറുതായിട്ടൊരു 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കുക. എന്നിട്ട് വേവായിട്ടുണ്ടോ എന്ന് നോക്കണം. ഒന്ന് ഫോർക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ നോക്കണം. സൈഡ് ഭാഗം നല്ല മൊരിഞ്ഞിങ്ങനെ കാണാം നമുക്ക്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ വേഗം അറിയും, വേറെയുള്ളതാണെങ്കിൽ നമുക്ക് കരിയാതെ നോക്കണം കേട്ടോ.
തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി വന്നിട്ടുണ്ട്. നല്ല ആവി പറക്കണ പലഹാരങ്ങൾ റെഡിയായി. നമ്മൾ അവൽപ്പോളാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അവലൊക്കെ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കണമെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മുട്ടയും പഴവും പഞ്ചസാരയും തേങ്ങയും അവലൊക്കെ ചേർത്തിട്ട് നല്ലൊരു പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ തന്നെ വേഗം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പാലും ഉണ്ട്, മൈസൂർ പഴം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജ്യൂസും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തെടുക്കുക. എന്നിട്ട് പഴം ചേർത്തെടുക്കുക, അതിലേക്ക് പാലും ചേർത്തെടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. വേണമെങ്കിൽ 2 ഏലക്കായും കൂടെ കുത്തിയിടുക. മിക്സിയിലേക്ക് ഇട്ടെടുത്താലും മതി, കുത്തിയിടണമെന്നില്ല. എന്നിട്ട് പാലും ചേർത്തെടുക്കുക, തണുത്ത വെള്ളം ചേർത്തെടുക്കുക കേട്ടോ. മിക്സിയിൽ വെള്ളം കൂടി പോയതിൽ ചെറുതായിട്ടൊന്ന് തെള്ളിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു നമ്മളെ കറുത്ത കസ്കസ് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല മൈസൂർ പഴം കൊണ്ട് നല്ലൊരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ വെറുതെ പഴുത്ത പഴമാണെന്ന് വിചാരിച്ചിട്ട് ആരും കളയണ്ട. അതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ മക്കൾ കഴിച്ചോളും. ചിലർക്ക് അമിതമായിട്ടുള്ള ആ പഴുപ്പ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതൊന്നും ആരും കളയണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ജ്യൂസാക്കി കൊടുത്താൽ നമ്മളെ മക്കൾ കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ മൈസൂർ പഴം കൊണ്ടുള്ള ജ്യൂസും അതുപോലെ നമ്മൾ അവൽപ്പോള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം. അതുപോലെ നമ്മൾ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.